സ്വർഗത്തിൽ ഇരുന്നിട്ട് ഏത് പഴം വേണമെന്ന് ആഗ്രഹിച്ചാൽ മതി. ആ പഴം നിന്റെ മുമ്പിൽ വന്ന് വീഴും. ആ പഴം പറിക്കപ്പെടും. അതേ സ്ഥാനത്ത് വേറൊരു പഴം മുളച്ചിട്ടും വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിനക്കിഷ്ടപ്പെട്ടതെന്നാണോ? മട്ടനാണ് ഇഷ്ടമെങ്കിൽ മട്ടനുണ്ട്, ചിക്കനാണ് ചിലർക്ക് ചിക്കനാണ്, ചിലർക്ക് ബീഫാണ് ബീഫാണ്. അല്ലാഹു പറയുന്നു നീ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ ഇറച്ചിയും ഇവിടെയുണ്ട്. നാളെ സ്വർഗത്തിൽ അല്ലാഹു തിന്നാൻ തരുന്നത് കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനുമാണ്. സ്വർഗത്തിൽ കയറുമ്പടെ കിട്ടുന്നൊരു ഭക്ഷണമുണ്ട്. കയറുമ്പടെ അല്ലാഹു തരുന്ന ഭക്ഷണം ഏതാ? എന്താ പറ മനുഷ്യന്മാരെ, നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയാ ഇപ്പൊ സാധനം ഓർഡർ ചെയ്താലും 15 മിനിറ്റ് കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഒരു വിരസത ഇല്ലാതാവാൻ സ്റ്റാർട്ടർ ഉണ്ട്, സൂപ്പ് ഇല്ലേ, ചെറിയ സൂപ്പുകള്, ഹോട്ട് ആൻഡ് ഷുവർ ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റാർട്ടറുകളുണ്ട്. അത് മെയിൻ മെനു പിന്നെയാണ്. ഇത് ആദ്യം ഒരു സ്റ്റാർട്ടറാണ്. സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അല്ലാഹു സ്റ്റാർട്ടർ തരും. പിന്നെയാണ് മെയിൻ മെനു. ചിക്കൻ അൽഫാം, ചിക്കൻ 65, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ മദ്ബൂത്ത, ചിക്കൻ മഖ്ബൂസ, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിസി, ചിക്കൻ ഖിയാമുൻ ബിൻ നഫ്സ്, ചിക്കൻ ഇറാദത്ത്, സമ്മ, ബസർ, ഇങ്ങനെ പലവിധ കോഴികളുണ്ട്. ആദ്യമേ അല്ലാഹു തരുന്നത് സ്വർഗത്തിലേക്ക് കയറുമ്പോ ആദ്യത്തെ ഭക്ഷണം ഏത് നബിയെ എന്ന് ജൂതന്മാര് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ കയറുമ്പോഴേ അല്ലാഹു തരുന്നത് പൊരിച്ച മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മീനിന്റെ കരട് പൊരിച്ചു തരും. ആ മീനിന്റെ കരട് നല്ല സ്പൈസി ആയിട്ട് പൊരിച്ചു തരുമ്പോ അതിന്റെ കൂടെ കുടിക്കാൻ തരുന്നതേരാ പിടിയാടെ തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. പിടിയാടെ തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കള്ളിന്റെ പുഴ, ഊന്നിക്കണ്ട, അടിയുണ്ടാക്കണ്ട, ഒന്നും നോക്കണ്ട, കള്ളിന്റെ പുഴയാണ് ഇവിടെയുള്ളത്. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് കള്ളിന്റെ പാത്രം വെച്ചിട്ട് ചോദിക്കും, കള്ള് വേണോ, കള്ള് വേണോ. പക്ഷേ സ്വർഗത്തിലെ കള്ളങ്ങനെയല്ല. അത് കുടിച്ചാലും വസ്തുമില്ല, ലഹരിയുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വർഗത്തിലെ കല്ല് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ കുടിക്കാൻ തരുന്ന കല്ലിന്റെ പേരെന്താ? വയുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. ഖുർആൻ സൂറത്ത് തത്ഫീഫ്. അവിടുത്തെ കല്ലിന്റെ പേര് അർ-റഹീഖുൽ മഖ്തൂം. എന്താ പേര്? ആരെയും ചോദിച്ചാൽ പറയണ്ടോ? അർ-റഹീഖുൽ മഖ്തൂം. ഖുർആൻ സൂറത്ത് തത്ഫീഫ്. വാക്കവി 2.5 മണിക്കൂർ പ്രസംഗിച്ച ഖുർആനാണ്. റഹീഖുൽ മഖ്തൂം എന്ന് പറഞ്ഞാൽ അൽ ഖംറു സാഫിയ, കലർപ്പില്ലാത്ത കള്ള്. മണിച്ചന്റെ കള്ളല്ല, അൽ ഖംറു സാഫിയ, കലർപ്പില്ലാത്ത കള്ള്. ആ കള്ള് കൊണ്ടുവന്ന് വിളമ്പിത്തരുന്നതാരാ? ന്യൂറിന്റെ ആഘോഷത്തെ വലിച്ചെറിയേ സുന്ദരികളായ പെണ്ണുങ്ങളാണ് വിളമ്പിത്തരുന്നത്. കൈകൊട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, കടക്കണ്ണുകൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്. ആ പെൺകുട്ടികൾ നിന്നെ അറ്റത്തിരുത്തിയിട്ട് അവര് ഡാൻസ് കളിക്കും, എന്നിട്ട് കല്ല് വിളമ്പിത്തരും. ഹബീബായ മുത്ത് പറഞ്ഞു, മൻ ശരിബഹാ ഫിദ്ദുനിയാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ഒരു തുള്ളി കല്ല് കുടിച്ചവൻ ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുകയില്ല. കുടിക്കാത്തവന് കല്ലിന്റെ രുചി അറിയണ്ടേ? ഞങ്ങള് കുടിക്കാത്തതെന്താ? ഞങ്ങള് കുടിക്കാത്തതെന്താ? ആഖിറത്തിന്റെ രുചി കുടിക്കാത്തവനെ അല്ലാഹു രുചിപ്പിച്ചു തരും. ഞങ്ങള് പെണ്ണുങ്ങളെ ലൈനടിക്കാത്തതെന്താ? അത് വീഴാത്തത് കൊണ്ടല്ല. കാരണം കണ്ണ് കാണിച്ചിട്ട് വീഴുന്നത് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വഴുതി വീണ പരമീനുകളാവും. ഇവിടെ കണ്ണ് കാണിച്ച് വീഴ്ത്താതിരുന്നാൽ അല്ലാഹു നമ്മക്കൊരുക്കി വെച്ചിരിക്കുന്നത് ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഖൈമക്കുള്ളിൽ കൂടാരത്തിനുള്ളിൽ ഹൂറി പെണ്ണുങ്ങളുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹു വലാ ജാൻ. ഒരു ജിന്നോ ഒരു മനുഷ്യനോ പെണ്ണിനെ തൊട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ ദുനിയാവിൽ കാണിച്ച? ഒരു ജിന്നോ ഒരു മനുഷ്യനോ തൊട്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾ കാണിച്ച ദുനിയാവിൽ?
ഇല്ല. അതല്ല സ്വർഗത്തിൽ തരുന്നത് കൊണ്ടാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ സുഖം പിടിച്ചുപോയി വേണ്ട. എന്റെ സഹോദരങ്ങളെ, കള്ളു കുടിക്കാൻ തരും, കിടക്കാൻ തരുന്ന വീടേറാ, ഒറ്റമുത്തിനാലുള്ള മാളിക. അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകം കാണാം. അകത്തുള്ള മണ്ണുമ ചരലുമേക്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മരനഗരത്നങ്ങളാണ്. പിന്നെ ഉള്ളിലെ കാര്യം പറയേണ്ടതുണ്ടോ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇപ്പൊ വീടായി കള്ളായി കുടിക്കാൻ, ഇനി വീടിന്റെ അകത്ത് കിടക്കാൻ കട്ടില് വേണം. എന്താ കട്ടില്? മുത്തഖീന അലാ സുറുരിൻ മർഫൂഅ. നല്ല ഇരുന്നാല് താഴ്ന്നു പോകുന്ന കട്ടിലുകളുണ്ട്. പറക്കും ശരീരത്തിലുണ്ട്. കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി, പായുമേ പറയണ്ട. ആ കട്ടിലിൽ കയറിയിരുന്നിട്ട് എവിടെ പോകണമെന്ന് മനസ്സിലാഗ്രഹിച്ചാ മതി. ആ കട്ടില് നിന്നെയും കൊണ്ട് സ്വർഗം മുഴുവനും കറങ്ങി നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജപ്പാനിപ്പോ ഒരു കാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കാർ ഇരുന്നപ്പോ തന്നോ പേഴ്സ് എടുത്തില്ലല്ലോ. മനസ്സിൽ ചിന്തിച്ചാൽ മതി, കാറ് തിരിച്ച് വീട്ടിലേക്ക് പോകും. എടാ മോനെ, ആഖിറം കമ്പ്യൂട്ടറൈസ്ഡായി. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കാൻ, പിന്നെ റബ്ബിനുണ്ടാക്കാൻ പറ്റില്ലേ? അല്ലാഹു നമുക്ക് അനുഭവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. കട്ടില് കാറ് പോലെയാണ്. എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ മതി, കാറ് പോകും. ഇപ്പൊ വീടായി കട്ടിലായി, ഇനിയിപ്പോ ആര് വേണം? വീടായി കട്ടിലായി, ഇനി ആര് വേണം? ഇതൊരു നാണം. പിന്നെ അല്ലാഹു നിങ്ങൾക്ക് ഭാര്യമാരെ വെച്ചിട്ടുണ്ട്. ആ ഭാര്യമാരെ നിങ്ങൾ നേരത്തെ നിർത്തിയിരിക്കുകയാണ്. കുറിപ്പെണ്ണുങ്ങളെ അവരെ കഴുത്തിൽ പേരെഴുതിയിട്ടുണ്ടാവും. ആരാണോ അവരുടെ ഭർത്താവ് അവരുടെ പേര് കഴുത്തിലെഴുതിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ പേരെഴുതിയിരിക്കുന്നത് നോക്കിയാൽ മതി. ആരുടെ പേരാണ് ഉള്ളതെങ്കിൽ അവരെ ഭർത്താക്കന്മാരുടെ പേരെഴുതിയിട്ടുണ്ടാവും. അപ്പൊ പോയി ഇങ്ങനെ നോക്കണം. അഷ്റഫ് കോരങ്ങാട്. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലെ അങ്ങാടി ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സ്വർഗവാസികൾ മുഴുവനും ഒരുമിച്ച് കൂടും. എല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ അവിടെ ഗാനമേളയുണ്ട്, റിയാലിറ്റി ഷോയുണ്ട്. അവിടെ ഗാനം പാടുന്നതാരാ? യേശുദാസല്ല, വിധു പ്രതാപല്ല, അഫ്സലല്ല, മഹാനായ നബിയുല്ലാഹി ദാവൂദ് നബിയുടെ സംഗീത കച്ചേരിയുണ്ട്. ആ സമയത്ത് ഹൂറി പെണ്ണുങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പുരുഷന്മാരെ നിർത്തന്റെ വിട്ടും എന്ന് പറഞ്ഞിട്ട് നിർത്തന്റെ വിട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇനിയുണ്ട് സ്വർഗത്തിൽ ഒത്തിരി ഇപ്പോഴും കാണുമ്പോ പറയാം, റബ്ബേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ആ സ്വർഗത്തിന്റെ വീട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ.